സമാധാനമായി ജീവിതത്തെ ശ്വസിക്കാൻ, സമാധാനമായിട്ടൊന്ന് ഉറങ്ങാൻ, സമാധാനമായി പെരുമാറാൻ, സമാധാനമായിട്ട് ജോലി ചെയ്യാൻ എങ്ങനെ കഴിയും എന്ന് ചോദിക്കുന്നവർക്ക് വേണ്ടി, സമാധാനം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഭാഗമല്ല എങ്കിൽ ഈ 3 കാര്യങ്ങൾ ഉറപ്പായും ചെയ്യണം സമാധാനമുള്ളൊരു ജീവിതം ജീവിക്കാനായിട്ട്. ഒന്ന്, നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാർ പറയുന്ന വേദനിപ്പിക്കുന്ന വാക്കുകളെ ഒരിക്കലും നമ്മളുടെ സമാധാനം കെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത്. അതിനെ സ്പോഞ്ച് പോലെ ഒപ്പിയെടുത്ത് വീണ്ടും വീണ്ടും മനനം ചെയ്ത് സ്വയം മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചാൽ നമുക്കൊരിക്കലും സമാധാനത്തോടെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അത് അവരുടെ മനസ്സിൻ്റെ റിഫ്ലക്ഷൻസ് ആണ് എന്ന് ഉള്ള തിരിച്ചറിവോടുകൂടി അതിനെ അർഹിക്കുന്ന അവജ്ഞയോടെ വിട്ടുകളയാൻ നമുക്ക് സാധിക്കും. 2, ചുറ്റുമുള്ള ആൾക്കാർ, ചുറ്റുമുള്ള കാര്യങ്ങൾ, ഇതിനെല്ലാം 2 സൈഡുണ്ട്. വളരെ നല്ലതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു സൈഡും മോശമായ മറ്റൊരു സൈഡും. ഇതിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കോൺഷ്യസ്ലി നമ്മൾ ഫോക്കസ് ചെയ്യണം. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാനായിരിക്കും മനസ്സെപ്പോഴും ഒരു ക്രേവിങ് ഉണ്ടാവുക. എന്നാൽ പോസിറ്റീവായിട്ടുള്ള കാര്യത്തിലേക്ക് ശ്രദ്ധയോടെ അതിനെ തിരിച്ചു വയ്ക്കാൻ നമുക്ക് സാധിച്ചു കഴിഞ്ഞാൽ സമാധാനത്തോടെ മുന്നോട്ട് പോകാനും ജീവിതത്തിൻ്റെ വഴികളിൽ സമാധാനത്തോടെ യാത്ര ചെയ്യാനും നമുക്ക് സാധിക്കും. 3, ജീവിതവുമായി നിങ്ങൾ പ്രണയത്തിലാവുകയാണെങ്കിൽ മൗനത്തെയും സ്റ്റിൽനെസ്, സ്ഥിരതയെയും പ്രണയിക്കാൻ മറന്നു പോകരുത്. ആവശ്യമായ സമയത്ത് മൗനത്തിൻ്റെ കരുത്താർജിക്കാനും സ്ഥിരചിത്തതയോടെ പാനിക്കായി നിലവിളിച്ച് ബഹളം വച്ച് നമ്മെയും ചുറ്റുമുള്ള ലോകത്തെയും തകരാറിലാക്കാതെ ആങ്ഷ്യസായി സ്ട്രെസ്ഡായി സ്വയം ശ്വാസം മുട്ടിക്കാതെ സ്ഥിരചിത്തതയോടെ ജീവിതം നമുക്ക് വെച്ച് നീട്ടുന്ന എല്ലാ അവസരങ്ങളെയും എല്ലാ അനുഭവങ്ങളെയും ഉൾക്കൊള്ളാനായാൽ ജീവിതം സമാധാനത്തോടെ നമ്മിലേക്ക് ഒരു പ്രയാസവുമില്ലാതെ ഒഴുകാൻ തുടങ്ങും. ഒന്ന് ശ്രമിച്ചു നോക്കൂ.